തിരുപ്പിറവി കൊണ്ടാടുന്ന വേളയിൽ തിരുവചനങ്ങളുടെ കാലിക പ്രസക്തിക്കായി കാതോർക്കാം, ചിന്തിക്കാം. ഹോളി മ്യൂസിങ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറക്കുന്ന ലോകരക്ഷകനായ യേശുക്രിസ്തുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയിലേക്കുള്ള നാളുകൾ അടുക്കുമ്പോൾ വളർത്തുപിതാവായ യോസെഫിനുണ്ടായ വെളിപാടിനെ കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ട മറിയ എന്ന സ്ത്രീ ഗർഭിണിയാണെന്ന വിവരമറിഞ്ഞ് അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ നനച്ചിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി യോസെഫിന് സ്വപ്നത്തിൽ നൽകുന്ന വെളിപാടാണ് ഈ ഭാഗം. ഈ വേദഭാഗം നാം പരിശോധിക്കുമ്പോൾ നീതിമാനായ യോസെഫിനെ നാം ഇവിടെ കാണുന്നു. തനിക്ക് വിവാഹം ഉറപ്പിച്ചിരുന്ന സ്ത്രീക്ക് ലോകാപവാദം ഉണ്ടാവാതിരിക്കാൻ രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്നു. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പരസ്യമായി മറ്റുള്ളവരെ പഴിചാരാതെയും കുറ്റങ്ങൾ കണ്ടെത്താതെയും നമുക്ക് യോസെഫ് പിതാവ് കാണിക്കുന്ന നല്ല മാതൃക പിന്തുടരാം. മറ്റൊരു പ്രധാന സംഗതി പരിശുദ്ധാത്മാവിനാലാണ് മറിയം ഗർഭിണിയായത് എന്ന വസ്തുത യോസെഫ് അറിയുന്നു എന്നതാണ്. തന്റെ ജനത്തെ അവരുടെ അകൃത്യങ്ങളിൽ നിന്നും രക്ഷിച്ച് തന്റെ പിതാവ് വാഗ്ദാനം ചെയ്ത പറുദീസ നൽകുന്ന യേശു എന്ന രക്ഷകനാണ് കന്യക മറിയാമിന്റെ ഉദരത്തിലുള്ളത്. അവന് ഇമ്മാനുവേൽ എന്ന പേരിടണമെന്ന ദൗത്യവും യോസെഫിന് ഏൽപ്പിക്കപ്പെടുന്നു. ദൂതൻ പ്രത്യക്ഷനായി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്ന യോസെഫിനെയും നാം ഈ ഭാഗത്ത് കാണുന്നു. താൻ ഉപേക്ഷിക്കാനിരിക്കുന്ന മറിയമിനെ ദൈവദൂതന്റെ നിർദ്ദേശപ്രകാരം പരിപാലിക്കാൻ യോസെഫ് തീരുമാനിക്കുന്നു. മറിയമിന്റെ സംരക്ഷണ ചുമതലയിൽ യോസെഫ് ഏറ്റെടുക്കുന്നു. ഈ ക്രിസ്മസ് കാലത്ത് പുൽക്കുടലിൽ യേശുക്രിസ്തു ജനിക്കുന്നതോടൊപ്പം നമ്മുടെ ഹൃദയങ്ങളിലും ജനിക്കണം. യോസെഫ് എന്ന നീതിമാനെ പോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും എല്ലാവരെയും കരുതുവാനും നമുക്കും ശ്രമിക്കാം. തയ്യാറാക്കിയത് നിധി ജോർജ്, D1 BCom.